പുളിയിഞ്ചി ഇല്ലാതെ എന്ത് ഓണസദ്യ അല്ലേ? നമുക്കൊരു അടിപൊളി പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ? അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. പൊടി പൊടിയായി എരിഞ്ഞ ഇഞ്ചി, ഉപ്പ്, വെല്ലം, ഉലുവപ്പൊടി, കായപ്പൊടി, കടുക്, പുളിവെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. ചട്ടി ചൂടായി വരുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, പച്ചമുളക്. ഇതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമണമെല്ലാം മാറുന്നവരെ നന്നായി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കണം. വെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പുളിയിഞ്ചി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടി, ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ചെടുക്കാം. എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പുളിയിഞ്ചി റെഡിയായി.